ഹലോ ഹായ് വെൽക്കം ടു എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അവരുടെ ഫീലിങ്സ് എന്താണ്, തോട്ട്സ് എന്താണ്, നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, ആൻഡ് നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് മെസ്സേജ് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണൽ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി? ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതായത് അത് നിങ്ങൾക്കുള്ളൊരു ജസ്റ്റിസ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള സമയമാണ്, നിങ്ങൾക്കുള്ള സമയം അനുകൂലമാകുന്നു, നിങ്ങൾ അറിയാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. സോ ഈ പേഴ്സൺ എന്തായാലും പരീക്ഷണത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 5 of Wands കാർഡ് വന്നിട്ടുണ്ട്. സോ ഈ പേഴ്സൺ ഒരു ചാലഞ്ച് പോലെ ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ക്ലാരിറ്റി ആയിട്ടാണ് ഈ ഒരു 5 of Wands എനർജി വന്നിട്ടുള്ളത്. ഈഗോ ഉള്ളൊരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. ഇവർ പരീക്ഷണത്തിലൂടെ പോവുകയാണെങ്കിലും ഇവരുടെ ലൈഫിൽ ഇവർക്ക് ചാലഞ്ചുകൾ വരുന്നുണ്ടെങ്കിലും ഇവർക്ക് ഈഗോസ് ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഈഗോ വെച്ചുകൊണ്ട് നടക്കുകയാണ്. വളരെ ടെൻഷൻ ആയിട്ടിരിക്കുന്ന ഒരാളുടെ എനർജി ഇതിനകത്തുണ്ട്. അവരുടെ സിറ്റുവേഷൻസ് എല്ലാം അവർക്കിപ്പോൾ കോൺഫ്ലിക്റ്റ് ആണ്. കടന്നു പോകുന്ന സിറ്റുവേഷൻ ഈ പേഴ്സണ് ബുദ്ധിമുട്ടാണ്. അസുഖങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. ഇവരെ സംബന്ധിച്ച് ഇവരിപ്പം പോകുന്ന സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനാണ്. സ്ട്രഗ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോമ്പറ്റീഷൻ പോലെ അവരുടെ ലൈഫിൽ അവർക്ക് ഓരോ പരീക്ഷണങ്ങൾ വരികയാണ്. ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ചാലഞ്ചുകൾ പോലെ അവർക്ക് നേരിടേണ്ടി വരുന്നു. സ്ട്രഗ്ലിംഗ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് എന്നല്ല, പക്ഷെ പരീക്ഷണങ്ങൾ അവർ നേരിടേണ്ടി വരുന്നത് പോലെയാണ്. 8 of Pentacles എനർജി വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇപ്പോൾ അവർ നല്ല രീതിക്ക് നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ കാണുന്നുണ്ട്. ഇത് കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം. ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഇവർ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. ഏതൊരു കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് നെഗറ്റീവ് മാത്രം. അതായത് ഹാർഡ് വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവർ വിചാരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല. ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് കൊടുക്കുന്നുമുണ്ട്. ഇവൺ അത് റിലേഷൻഷിപ്പിലും ആയിരിക്കും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അവരൊന്ന് സ്റ്റെബിലിറ്റി ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം. ഓക്കെ, ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അവരതിനെ തരണം ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നത് പോലെയാണ് കാണുന്നത്. 3 of Pentacles എനർജി വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ കൂടത്ത് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ടീം വർക്ക് പോലെ. മേ ബി നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ആളുകളായിരിക്കാം. ഒരു നിങ്ങളുടെ കൂടെ നിൽക്കുമ്പം, നിങ്ങളുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഈ പേഴ്സണ് സെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ട്. മീൻസ് ഒരു സ്റ്റെബിലിറ്റി പോലെ, അല്ലെങ്കിൽ ഒരു കെയറിങ് പോലെ, അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ പോലെ ഒരാൾ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവർക്ക് അതിലൊരു ധൈര്യം കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പം അവർക്ക് ആ ഒരു ധൈര്യം കുറഞ്ഞതുപോലെയാണ്. കാരണം ചിലപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ പേഴ്സൺ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ചിലപ്പം അവർക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഹെൽപ്പ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കരിയർ റിലേറ്റഡ് തന്നെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ഐഡിയാസുകളായിരിക്കാം. നിങ്ങളൊരു ഇവരെ ഇങ്ങനെ വളരെ സപ്പോർട്ട് ചെയ്ത് പല കാര്യത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. മെൻ്റലി ആയാലും ഒരു തീരുമാനം എടുക്കുന്നതായാലും പണത്തിൻ്റെ കാര്യത്തിലായാലും. അപ്പം ഇപ്പം അവരെ സംബന്ധിച്ച് ഇവർ ഈ ടാസ്ക് ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പം, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഈ ഒരു ടാസ്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതവർക്ക് ടാസ്ക്കാണ്. അവരുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷനാണോ ഇപ്പോൾ ഈ ചാലഞ്ചായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം അവർക്ക് നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്തതിൻ്റെ ആ ഒരു പ്രസൻസ് അത് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. സോ അതവർക്ക് വേണം എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അവർക്കുള്ള സ്കില്ലുകൾ അവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനകത്ത്.
അതുപോലെ തന്നെ അവരുടെ ഗോൾസ് ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണോ, ആ ഒരു സ്റ്റെബിലിറ്റി എന്തിനു വേണ്ടിയിട്ടാണോ അവർ ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാക്സിമം ആ ഒരു എഫോർട്ട് ഇടുന്നത് പോലെ കാണുന്നുണ്ട്. ഒരു ലോങ് ടേം ടൈമായിട്ട് ഇവർ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോലെയും കാണുന്നുണ്ട് കേട്ടോ. ഇനി ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് 4 of Wands എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ചിലപ്പം എൻഗേജ്മെൻറ്റിന് വരെ അത്ര വരെ എത്തിയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾ തമ്മിൽ. അപ്പം അതിലൊരു മുടക്കം വന്നിട്ടുണ്ടാവുമായിരിക്കാം. റീയൂണിയൻ പോസിബിലിറ്റിയാണ് ഈ 4 of Wands പറയുന്നത്. നിങ്ങൾ തമ്മിൽ മാരേജ് പോസിബിലിറ്റി, അതുപോലെ തന്നെ റീയൂണിയൻ പോസിബിലിറ്റി. മാരേജ് ഒക്കെ മുടങ്ങി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ളതായിരിക്കാം, എൻഗേജ്മെൻ്റ് ആണെങ്കിൽ അതിനായിരിക്കാം, അല്ലെങ്കിൽ റീയൂണിയൻ പോസിബിലിറ്റി ആണ്, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. അത് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ്, ഇത് ഈ പേഴ്സൻ്റെ ആഗ്രഹമാണ്. ഇത് നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അവരുടെ ഹാപ്പിനെസ് ആണ് നിങ്ങളെന്ന് പറയുന്നത്. സോ അവർക്കൊരു ഫ്രീഡം വേണം, അല്ലെങ്കിൽ അവർക്കൊരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് വേണമെന്ന് ഓൾറെഡി ഈ പേഴ്സണ് മനസ്സിലായി തുടങ്ങി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരുടെ നെക്സ്റ്റ് ആക്ഷനകത്ത് ഒരു കറണ്ട് ഫീലിങ്സ് ആയിട്ട് നമുക്ക് വന്നത് റീയൂണിയൻ ആണ്. റീയൂണിയൻ, അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരും, എൻഗേജ്മെൻറ്റ്, മാരേജ്, സെലിബ്രേഷൻ, ഹാപ്പിനെസ് എന്നൊക്കെയുള്ള രീതിയിലാണ്. സോ അത് ഈ പേഴ്സൻ്റെ ആഗ്രഹമാണ്, ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമാണിത്. കാരണം ഇത് ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ്റെ കാർഡാണ്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. എഗെയിൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ട്. സോ ഇവർക്ക് പേടിയുണ്ട്. പേടി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ അറിയുമോ എന്നുള്ള പേടിയായിരിക്കാം, അല്ലെങ്കിൽ ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ള പേടിയായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ മറച്ച് പിടിക്കുമ്പം ഇവരെ സംബന്ധിച്ച് ഇവർക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് ആൻസൈറ്റി കൊടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് ആൻസൈറ്റി കൊടുക്കുക. ചിലപ്പം ബ്ലാക്ക് മാജിക് എനർജി ആയിരിക്കാം. എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബ്ലാക്ക് മാജിക് എനർജീസ് വരുന്നുണ്ടാകും. ഇവരുടെ ഡ്രീംസിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളിലേക്കുള്ളൊരു കണക്ഷൻ, നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും ഇവർ വളരെയധികം ഇവരുടെ കരിയറിലായാലും അവരുടെ ജീവിതത്തിലായാലും ഇവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് അത്രത്തോളം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ വരുന്നതുകൊണ്ടാണ് അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ മൂൺ കാർഡ് വരുമ്പം ഒരു ഹൈഡിങ് എനർജി എന്ന് പറയുന്നത് ചീറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ ഇത്രയും നാളും കൂടെ നിന്നിട്ടും ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പറയാത്ത കാര്യങ്ങളായിരിക്കും ഇവർ മറച്ചു പിടിച്ചിട്ടുണ്ടാവുക. ഇതെന്താണ് ഈ ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. 7 of Wands എനർജിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവർക്ക് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം ചില സമയത്ത് ഇവർക്ക് ഇവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നേ പറ്റത്തുള്ളൂ. ചില സമയത്ത് ഇവർക്ക് ഇവരുടെ ഡിസിഷൻ എടുക്കേണ്ടി വരുന്നുണ്ട്. ചില ചാലഞ്ചുകൾ നേരിടേണ്ടി വരുന്നുണ്ട് ലൈഫിനകത്ത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവർ നിങ്ങളുടെ അടുത്ത് മറച്ചു വയ്ക്കുന്നത്. ഓക്കെ, ഇവർ കൺട്രോൾ ചെയ്യേണ്ട, ഇവർ എടുക്കേണ്ട സ്റ്റാൻഡ്, ഇവരെടുക്കേണ്ട ചാലഞ്ച്, അല്ലെങ്കിൽ ഇവർ നോക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് മറച്ചു പിടിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളായിരിക്കാം. ചില സമയത്ത് ചിലപ്പോൾ നിങ്ങളതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം. അതായത് എന്താ പറയുക, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ചിലപ്പം നിങ്ങളുടെ തീരുമാനം അവരുടെ ഓപ്പോസിറ്റ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. സോ അവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയാതെ തന്നെ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ഭവിഷ്യത്ത് ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എതിർക്കുന്ന ആളായിരിക്കാം. നിങ്ങളുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടായിരിക്കാം ഈ പേഴ്സൺ അത് മറച്ചു പിടിക്കുന്നത്. പേജ് ഓഫ് വാൺസ് എനർജി വന്നിട്ടുണ്ട്. ഇവർ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ, അതായത് മെസ്സേജ് അയക്കാൻ, ഇൻഫോം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫ്രീ ആയി നിന്നുകൊണ്ട്, ഐ തിങ്ക് എനിക്ക് ഇവിടെ തോന്നുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് നിങ്ങളുടെ പേഴ്സൺ കുടുങ്ങി നിൽക്കുന്നുണ്ടാകാം. ഒന്നാമത്തെ കാര്യം, അത് നമുക്കിവിടെ തേർഡ് പാർട്ടിയുടെ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. സിറ്റുവേഷൻ ഒരുപാടുള്ളതുപോലെ ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ എന്താണെങ്കിലും ഇവർക്ക് ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് അയക്കണം. മീൻസ് ഒരു ഫ്രീ സ്പിരിറ്റായിട്ട്, അതായത് ഭാരമൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം. ഇൻഫോം ചെയ്യാനുണ്ട്, പല കാര്യങ്ങളും ഇൻഫോം ചെയ്യാനുണ്ട്. സോ ആ ഒരു ഫ്രീഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം. 8 of Wands എനർജിയാണ്. ഒരു ആക്ഷൻ എടുക്കണം, സ്പീഡ് ആക്ഷനാണ് ഈ ഒരു കാർഡ്. സോ ഒരു ആക്ഷൻ എടുത്ത് വരും എന്നുള്ളത് ഇവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡിസിഷൻ ഉറപ്പായിട്ടും ഇവർ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കും എന്നുള്ളത് കാണുന്നുണ്ട്. ഒരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു സഡൻ ആക്ഷൻ ആയിരിക്കും, പെട്ടെന്ന് തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളാണെങ്കിൽ ഒരു ട്രാവലിംഗ് കാണുന്നുണ്ട്. ഇവർ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും.
ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ഒന്നുമല്ല, ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നടക്കും എന്നുള്ളതാണ്. അതായത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണത്. സ്പീഡ് ആക്ഷനായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന എന്താണോ അത് നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളത്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ആക്ഷനായിട്ട് അത് തന്നെയാണ് വരുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു യൂണിവേഴ്സ് മെസ്സേജ് നോക്കാം. ചൂസ് വൈസ്ലി എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ട്രാപ്പ്ഡ് ഇൻ ഫിയർ, നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നു അത് നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കൂ എന്നുള്ളതാണ്. ഡിസിഷൻ എടുത്താൽ മാത്രമേ ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരേ ഒരു പാത്ത് മാത്രം എടുക്കുക, ഒരേ ഒരു ഡിസിഷൻ മാത്രം എടുക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പം കൺഫ്യൂഷൻസ് മാറും, ഒരു ഇൻഡ്യൂഷൻ ഉള്ളിൽ നിന്ന് കിട്ടുന്നത് പോലെ ഉണ്ടാകും, ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ക്ലൂസ് നോക്കാം. ലെറ്റർ പി വന്നിട്ടുണ്ട്, നമ്പർ 1 വന്നിട്ടുണ്ട്, ലെറ്റർ ക്യൂ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെ നെയിമിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേ ഡേറ്റ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഡേറ്റ്, അല്ലെങ്കിൽ അവർക്കോ നിങ്ങൾക്കോ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഓർ നമ്പേഴ്സ് ആയിരിക്കാം. ലെറ്റർ N വന്നിട്ടുണ്ട്, നമ്പർ 57 and 35 വന്നിട്ടുണ്ട്, ഏജ് ആയിരിക്കാം. 49 വന്നിട്ടുണ്ട്. ലെറ്റർ പി വന്നിട്ടുണ്ട്, നമ്പർ 12 വന്നിട്ടുണ്ട്, 48 വന്നിട്ടുണ്ട്, 40 വന്നിട്ടുണ്ട്. ലെറ്റർ എസ് വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്. ലെറ്റർ ആർ വന്നിട്ടുണ്ട്, നമ്പർ 1 എഗെയിൻ വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്. 45 വന്നിട്ടുണ്ട്, 33 വന്നിട്ടുണ്ട്, ഏജ് ആയിരിക്കാം, ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം. ലെറ്റർ ടി വന്നിട്ടുണ്ട്, നമ്പർ 6 വന്നിട്ടുണ്ട്, ക്യൂ വന്നിട്ടുണ്ട്. ലെറ്റർ സി വന്നിട്ടുണ്ട്, ഡി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 7 വന്നിട്ടുണ്ട്, 43 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. സോഡിയാക് സൈൻ ഇവിടെ സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, ഏരിയസ് വന്നിട്ടുണ്ട്, പൈസസ് വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് എഗെയിൻ വന്നിട്ടുണ്ട്, ലിബ്ര വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഒരു സബ് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് റെസിനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.